ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വീടിൻ്റെ ഏരിയ ഒക്കെ കാണിക്കാൻ എനിക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. നമ്മളിന്ന് സ്റ്റിച്ചിങ് റൂമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിത് പുറത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ, പുറത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേലത്തെ ബാൽക്കണിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ല ഇരുട്ടായി വരുന്നൊരു സമയമായിരുന്നു കേട്ടോ, മഗ്‌രിബോട് അടുത്തൊരു സമയത്താണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു ഡാർക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിൽ കയറിയതിന് ശേഷം ഇതാ നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് കേട്ടോ അത്. അപ്പോൾ 2 ഡോറാണ് പുറത്തേക്കുള്ളത്, ഒന്ന് ബാൽക്കണിക്ക് ഒന്ന് ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൽക്കണിക്കുള്ള ഡോറ് തുറന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് റൂമിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് താഴത്തേക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആ കോർണറിൽ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ, ഫ്ലവറിൻ്റെ സ്റ്റാൻഡ്. അത് അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 ഡോറിൽ ഞാൻ ഒരു ഡോറാണ് കേട്ടോ എപ്പോഴും തുറക്കാറുള്ളൂ കേട്ടോ. 2 ഡോറ് കുറേ ആളുകൾക്ക് വരുമ്പോഴാണ് ഞാൻ തുറക്കലുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൻ്റെ കുറച്ചൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏരിയ ഒക്കെ ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ കുറേയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നവർ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് ടേബിളിൻ്റെ വീഡിയോസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്ന വോളിൽ തൂക്കിയിട്ടുള്ള ഒരു കാലിയോഗ്രാഫിൻ്റെ മോള് ചെയ്തതാണ് കേട്ടോ. കാലിയോഗ്രാഫി ചെയ്തത് അവളാണ്. അതിന് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ലാസ്റ്റല്ല അതിൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഭാഗത്ത് തന്നെ കട്ടിങ് ടേബിൾ കിടക്കുന്നത്. അത് 1-2 വീഡിയോയിലൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചേഞ്ച് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ മെഷീനും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാനൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അതിപ്പോൾ റൂമിലാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ബെഡൊക്കെ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നോക്കൂട്ടെ, കട്ടിലൊക്കെ അങ്ങനെ മാറ്റിയിട്ട് വെക്കും ഏതാ സ്യൂട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റിച്ചിങ് റൂമിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ഇതുപോലെയാണ് കേട്ടോ കിടന്നിരുന്നത്. ഇതുപോലെ ഈ കട്ടിങ് ടേബിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഏരിയയിൽ ഒരു കുഞ്ഞ് അലമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മാറ്റിയിട്ട് റൂമിലേക്കാക്കി ഇത്തിരി കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലമാരയിൽ ഞാൻ മെറ്റീരിയൽസൊക്കെ വെക്കാറുണ്ടായിരുന്നിട്ട് എടുത്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് മാറ്റി ഇത്തിരി കൂടി സ്പേസ് കിട്ടും വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കിടക്കുന്ന പോലെ തന്നെ ആയിരുന്നു, അലമാരയും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു എന്നുള്ളൂ കേട്ടോ ഫസ്റ്റിൽ. എന്നിട്ട് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് ചേഞ്ച് ആക്കി നോക്കി. പക്ഷേ എനിക്കത് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല കേട്ടോ, ഒരുപാട് സ്പേസൊക്കെ പോകുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുകളിലായിട്ട് ഇതായി ഒരു റാക്കിലാണ് കേട്ടോ എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് കാണിച്ച ബോക്സ് ഉണ്ടല്ലോ വൈറ്റ്, അതിൽ കുറേ ഇങ്ങനെ കള്ളികളുണ്ട് കേട്ടോ. അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അത്ര പോരാ കേട്ടോ, അതിൻ്റെ ഓരോ കള്ളികൾ ഇങ്ങനെ പാർട്ടീഷൻ ആയതുകൊണ്ട് ഇളകി വരും. അപ്പോൾ ഓരോ ബീഡ്സ് മറ്റേൽക്കും അതിൽക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോ ബോക്സുകളിൽ ഇങ്ങനെ സിബ്, എലാസ്റ്റിക്, ലേസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇങ്ങനെ ഓരോന്നിലായി സെക്ഷനാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതൊരു കേക്കിൻ്റെ ട്രേ ആണ് കേട്ടോ, കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. അത് ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂല് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഹാങ് ചെയ്തേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരൊക്കെ. അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ ബോർഡിൽ അതിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹോളിട്ടിട്ട് ആണി അടിച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മളെ ത്രെഡുകളൊക്കെ കൊളുത്തിയിട്ട് ചുമരിൽ സ്ക്രൂ ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ സ്ക്വയർ ഷേപ്പ് ഉള്ളത് ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കേക്കിൻ്റെ ബോർഡുകൾ ഒരുപാട് ബോർഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 2-3 നാശമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ ബോർഡിലൊക്കെ ഞാൻ ഹോൾസ് അടിച്ചിട്ട് അതിൽ ഫുള്ള് 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടല്ലോ, ആ ആണി ഇറക്കിയിട്ട് അതിലാണ് ഇപ്പോൾ നമ്മൾ നൂലുകളൊക്കെ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചുമരിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു റാക്ക് ഉണ്ടല്ലോ ആ ഗ്ലാസിൻ്റെ, അതിൻ്റെ ആ ക്ലാമ്പിൽ സ്ക്രൂ അടിച്ചിട്ടുണ്ടല്ലോ ചുമരിൽ, അതിലത്തെ ഒരു സ്ക്രൂ ഊരിയിട്ട് അതിനാണ് കേട്ടോ ഈ റൗണ്ട് ഷേപ്പിലുള്ള ത്രെഡിൻ്റെ ബോർഡിന് വെച്ചിട്ട് ഫിറ്റ് ചെയ്തേക്കണത് കേട്ടോ. അപ്പുറത്തെ സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു മൂല മാത്രമേ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ, ഒരു മൂല ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ് കേട്ടോ. പക്ഷെ അത് ഒന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ത്രെഡൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ള ബോർഡ് ഉണ്ടല്ലോ, അതിന് ഒരു സ്ക്രൂ കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ശരിയായിക്കോളും. അപ്പോൾ എൻ്റെ ചെയർ ഓഫീസ് ചെയറാണ് കേട്ടോ. അത് വാങ്ങിച്ചിട്ടൊരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പിന്നെയുള്ള ഒരു മെഷീൻ ഇതാണ് കേട്ടോ. ഇൻ്റർലോക്കും ഓവർലോക്കൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെഷീനിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്, എനിക്ക് നമ്മുടെ സാധാ ചെയറിൽ ഇരിക്കുമ്പോൾ സ്റ്റൂളിലൊക്കെ ഇരിക്കുമ്പോൾ നടുവേദന നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെയർ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് തീരെ നടുവേദന, പുറം വേദന അങ്ങനെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. മറ്റേത് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്താണ് കുറച്ച് ബീഡ്സ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് കാണിച്ചു തരുന്നത് എന്താണ്, ഇങ്ങനെ ഗ്ലാസ്സുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ റാക്കുകൾ കൊടുത്തതുണ്ട്. ഈ ഐറ്റംസൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ബട്ടൺസ്, അതുപോലെ ഷോ ബട്ടൻ്റെ ഫ്രെയിമുകൾ, പിന്നെ അതുപോലെ ഇതാ ഈ ഹുക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാവാടയിൽ ട്രൗസറിലൊക്കെ കൊടുക്കണേ, തുന്നണതല്ല, ഉള്ളിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണത് അത്. പിന്നെ നമ്മുടെ സൂചികൾ, ഹുക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ഓരോ ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടല്ല, പാക്കറ്റുകളാക്കിയിട്ടും അല്ല വെച്ചിട്ടുള്ളത്. ഞാൻ ഒക്കെ പാക്കറ്റായിട്ട് വാങ്ങിക്കാറാണ് കേട്ടോ. ബൾക്കായി വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇട്ട് വെക്കുകയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ നൂലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യൽ. പിന്നെ ആ ഒരു ബോക്സിൽ സർദോസി ഒക്കെ വാങ്ങിച്ചതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതിനും ബാക്കികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഓരോ സാധനങ്ങളൊക്കെ. പിന്നെ സാറ്റി റിബണ് പിന്നെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ഉടുപ്പിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പോൾ പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡറുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിൽക്ക് എന്താണ് ആവശ്യം അത് പോയി വാങ്ങിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്ര ഐറ്റംസാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. കട്ട് ചെയ്യണത് ഈ ഒരു മേശയുടെ മുകളിൽ ഇട്ടിട്ടാണ് കേട്ടോ. സത്യത്തിൽ ഇത് കട്ടിങ് ടേബിൾ അല്ല കേട്ടോ, നമ്മളെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാനൊരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ടിട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നതും കട്ട് ചെയ്യണതും ഒക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വൈറ്റ് ടേബിൾ ഉണ്ടല്ലോ, ഞാൻ മെഷീൻ വെച്ചിട്ടുള്ള ഈ കുഞ്ഞ് മെഷീൻ വെച്ച ടേബിൾ, ഇത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനൊന്നും വാങ്ങിച്ചതല്ല, ടേബിൾ യൂസ് ചെയ്യാൻ മേടിച്ചതല്ല. ഇത് മക്കൾക്ക് സ്റ്റഡി ടേബിൾ ആക്കാൻ വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. പക്ഷെ അവരുടെ റൂമിലേക്ക് അത് കയറുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു, ചെറിയ മെഷീൻ ഇതിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ ടേബിൾ ഞാൻ കുട്ടികൾക്ക് റൂമിലേക്ക് ആക്കിയിട്ട് ആ വാങ്ങിച്ച മെഷീൻ, അവർക്ക് വേണ്ടി വാങ്ങിച്ച ടേബിളിനെ ഞാൻ എടുത്തു കേട്ടോ. അല്ലാണ്ട് റൂമിലേക്ക് കയറുന്നില്ല കേട്ടോ. വാതിലിൻ്റെ അവിടേക്ക് ഭയങ്കര വീതിയാണ് ആ ഒരു ടേബിൾ. അപ്പോൾ അതാണ് ഉണ്ടായത്. അതുവരെ ഞാൻ ഇതാണ് ചെറിയ മെഷീൻ വെച്ചിരുന്ന ടേബിൾ കേട്ടോ. അപ്പോൾ ഈ മേശയുടെ മുകളിലേക്ക് എടുക്കുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇതൊന്നും ഞാൻ നീറ്റാക്കിയിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടേബിൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ ജസ്റ്റ് സ്റ്റഡി ടേബിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. പക്ഷേ ആളുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ. ഇനി ഇതാണ് നമ്മൾ ശരിക്ക് കട്ടിങ് ടേബിളായിട്ട് പണിയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, അലുമിനിയം ഫാബ്രിക്കേഷൻ ഉണ്ടല്ലോ അതായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റോറേജൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഐറ്റംസാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണില്ല, ഞാനിതിൻ്റെ മുകളിൽ അയൺ ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്, ഞാൻ കുറച്ച് മുന്നേ ഇതുപോലെ ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴൊക്കെ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഇടാണ്ടായിട്ടാണ് തോന്നുന്നുണ്ട്, ചൂട് തട്ടിയിട്ട് എന്താണെന്നറിയില്ല. അത് എന്താണ്, അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊള്ളച്ചിട്ടൊക്കെ ഉണ്ട്, ഓരോ ഭാഗം ഓരോ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ അത്ര വലിയ സ്മൂത്തല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയൺ ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അതാണ് ആ കട്ടിങ് ടേബിളിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിങ് ടേബിളായിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിളാണ്. പിന്നെ അതാ ഈ ഒരു എന്താ പറയുക റാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ കല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അയൺ സോൾഡറിങ്ങും അതുപോലെ എന്താണ് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വാങ്ങിച്ചിട്ടുള്ള ടൂൾസും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ റെക്കോർഡ് ബുക്കുകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പാറ്റേൺസൊക്കെ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ എഴുതിയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, നോട്ട്സൊക്കെ, അതും. പിന്നെ ഞാൻ കമ്പ്യൂട്ടറൈസ്ഡായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ലേസർ പ്രിൻ്റ് എടുത്തിട്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ കുറേ പാറ്റേൺ മേക്കിങ്ങിൻ്റെ ബുക്കുകൾ, പിന്നെ അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ, എംബ്രോയ്ഡറിയുടെ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിച്ച ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരട്ടെ. ഇത് അംബ്രല്ല ഫ്രോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ മെഷർമെൻറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ ഇഞ്ച് കണക്കിൽ ചെയ്യും കേട്ടോ.
ഇത് പഠിച്ചവർക്ക് അറിയായിരിക്കും കേട്ടോ ഞാൻ പറയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ചെയ്തത് 2018 കേട്ടോ. അപ്പം ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 7 വർഷമായി കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല, അത് കാണിക്കാതിരുന്നാൽ തന്നെ ഒരു വീഡിയോ ഫുള്ളാവും കേട്ടോ. അതിന് തന്നെ ഒരു വീഡിയോ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ട് ഈ ഒരു റാക്കിൽ. അതുപോലെ പേപ്പർ ക്യാൻവാസാണ് കേട്ടോ. അത് ഞാൻ വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഓരോ മീറ്റർ എടുത്തിട്ടൊക്കെ ആണ് സ്ഥിരം യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകളിൽ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ആളുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് ഞാൻ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കും കേട്ടോ. പിന്നെ അത് ഈ ഒരു സൈഡിലെ വാൾ പേപ്പർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒട്ടിച്ചതാട്ടോ. അത് ഒരു റോള് വാങ്ങിച്ചിട്ട് ആ ഒരു 2 സൈഡിൽ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു റോളും കൂടെ ഓർഡർ ആക്കിയിട്ട് ഇത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഒട്ടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ അത് ഒരുപാട് സമയം എടുക്കുന്നിട്ട് ഫ്രീ ആയിട്ടൊക്കെ വേണം ഒട്ടിക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് പുറത്തേക്ക് എന്താ പറയുക, നമ്മളിവിടെ ബാൽക്കണി ആയിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഫില്ലറില്ലേ, ഈ ഒരു ഫില്ലർ വരെ മേലെതാ ഈ ഒരു എന്താ പറയുക ബീം, ഈ കട്ടകളായിട്ട് ഇങ്ങനെ കാണുന്നില്ല ഒരു കള്ളിക്കള്ളി, അതുവരെ ആയിരുന്നു കേട്ടോ ഈ ബാൽക്കണി ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷനും അതുപോലെയുള്ള ചുമര് ഭാഗങ്ങളൊക്കെ എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. ഈ മേലത്തെ കറുപ്പ് കാണുന്ന ഒരു ഇത് ഹാങ്കർ കൊടുത്തിട്ടുള്ളത്, അതിന്മേൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ തൂക്കണതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം വീഴുക, അതുപോലെ വെയിലടിക്കുക, ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ മേലെ ബാൽക്കണി എന്ന് പറയുന്നത്. ഞാൻ ഈ സ്റ്റിച്ചിങ് റൂം ഇവിടെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുമായിട്ടാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം നനഞ്ഞിട്ടും ആകെ ഇങ്ങനെ തെറിച്ചിട്ടൊക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറൊക്കെ ആയിട്ട് അടിഭാഗമൊക്കെ കിടക്കുന്നത്. ഇനി പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഗ്ലാസ്സുകൾ കൊടുന്ന് ഫിറ്റ് ചെയ്തു, ഒക്കെ സെറ്റാക്കി, അത്രേ ഉള്ളൂ. നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമുക്കൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്ത് തന്നെ ആയിട്ട്. നോക്കുമ്പോൾ അത് ഷോപ്പ് ഇട്ടിട്ട് ഒരു 3-4 മാസം ആകുമ്പോഴേക്കാണ് നമ്മുടെ കൊറോണ വന്നത് കേട്ടോ. കൊറോണ വന്ന് പിന്നെ ലോക്ക്ഡൗൺ ആയി. പിന്നെ കുറേ നാളിങ്ങനെ ലോക്ക്ഡൗൺ ആയില്ലേ. അപ്പോൾ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തു കേട്ടോ. നമ്മുടെ അവിടെ വെറുതെ റെൻറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഷോപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അവിടുത്തെ ഐറ്റംസൊക്കെ പൊളിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത്, നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് വർക്കുകൾ വന്നു കേട്ടോ. ആദ്യത്തിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഫങ്ഷൻസൊക്കെ ഇല്ലാണ്ടായില്ലേ ലോക്ക്ഡൗൺ ആയപ്പോൾ. അപ്പോൾ ഒരു വർക്കുമില്ലാതെ വെറുതെ റെൻറ്റ് കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അതൊക്കെ പൊളിച്ച് കൊടുന്ന് എന്നിട്ട് ഈ ഗ്ലാസ്സൊക്കെ ഇവിടെ ഇട്ടിട്ടാം. അങ്ങനെയാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ മെഷീൻ ഇട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, അല്ല ഹോളിൽ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോൾ ഷോപ്പിലത്തെ സാധനങ്ങളായതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ഗ്ലാസ് ഇടലും അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ കർട്ടനും ഒക്കെ ഷോപ്പിലേക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പിലത്തെ ഗ്ലാസ്സുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഗ്ലാസ്സുകളും ഈ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചും കൂടെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക പിക്ചർ കൊടുത്തിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഓരോ പീസുകളിലൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് വെച്ചു. പിന്നെ അതിൻ്റെ ബാക്കി ഗ്ലാസ് കൊണ്ടാണ് ആ റാക്കുകളൊക്കെ കൊടുത്തത് കേട്ടോ. ഒരു നൂലും മറ്റേ ലേസ് ഐറ്റംസ് ബോക്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 4-5 റാക്ക് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റാൻഡുകൾ. അതൊക്കെ ഗ്ലാസിൻ്റെ ബാക്കി മുറിച്ചിട്ട് ചെയ്തതാണ്. ഇനിയുണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും പറയാതെ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ഇടയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യണപ്പോൾ ചിലപ്പോൾ ഒക്കെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ രാത്രി 1 മണി 2 മണി 4-6 മണി വരെയൊക്കെ ഇരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോൾ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഡോറും കൂടെ ലോക്ക് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓളും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.